നമസ്കാരം. 24-ലെ ശ്രീ കണ്ഠൻ നായരുടെ ഓലപ്പാമ്പ് കാണിച്ചുള്ള ഒരു ഭീഷണി അരങ്ങേറുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ആലപ്പുഴ ഭാഗങ്ങളിലും കൊല്ലത്തൊക്കെയുള്ള കുറച്ച് സൈബർ സഖാക്കന്മാരെ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് കൊടുത്ത് വരുത്തിച്ച് കേസ് എടുപ്പിച്ചിട്ടുണ്ട്. സംഭവം പ്രതിഭാഹരി MLA-യുടെ മകനെതിരെ ഒരു വാർത്ത 24 അടിച്ചായിരുന്നല്ലോ. ആ വാർത്തയുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തയാണെന്ന് പ്രതിഭാഹരി തന്നെ പറഞ്ഞിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചതിന്റെ പേരിലാണ് ഈ സഖാക്കന്മാരെ എല്ലാം നേരെ കേസ് കൊടുത്ത് ഭീഷണിപ്പെടുത്തി വായടപ്പിക്കാൻ ശ്രമിക്കുന്നത്. മിസ്റ്റർ ശ്രീ കണ്ഠൻ നായർ, അഭിപ്രായ സ്വാതന്ത്ര്യം തന്റെ മാത്രം കുത്തകയല്ല. ഈ നാട്ടിൽ എല്ലാ മനുഷ്യന്റെ അവകാശമാണ്. താൻ കൊടുക്കുന്ന എല്ലാത്തിനെയും വായടച്ചിരുന്ന് കേട്ട് മിണ്ടാതിരുന്നോളണമെന്നാണ് ശ്രീ കണ്ഠൻ നായരുടെ കൽപ്പനയെങ്കിൽ ആ കൽപ്പനയുടെ കാലഘട്ടമൊക്കെ പോയി കഴിഞ്ഞു. ഒരു കേസെടുത്തു എന്ന് കരുതിക്കൊണ്ട് അവരുടെ തലയെടുക്കാനോ അല്ലെങ്കിൽ തൂക്കിക്കൊല്ലാനോ ഒന്നും പോകുന്നില്ല. ഒരു സൈബർ കേസ് എന്തിനാണെന്ന് പറഞ്ഞാൽ തനിക്ക് ഈ നാട്ടിൽ ആർക്കെതിരെയും വാർത്ത എന്ന പേരിൽ കൊടുത്ത് അധിക്ഷേപിക്കാമെങ്കിൽ ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം നിങ്ങൾ കൊടുത്തതിൽ എതിരഭിപ്രായമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുമെന്ന്, അതിന്റെ ഭാഷയും ശുദ്ധിയൊക്കെ നോക്കി പ്രകടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങി വെച്ചിരിക്കുന്ന കച്ചവട സ്ഥാപനം ഒരു സംശയവുമില്ലാതെ പറയാം. കാര്യം നിങ്ങൾ ഈ നാട്ടിലെ മനുഷ്യരെ ഉദ്ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി അല്ലല്ലോ ഇത് തുറന്നു വെച്ചിരിക്കുന്നത്. തന്റെ പച്ചരി പ്രശ്നമാണ്. ആ പച്ചരി പ്രശ്നത്തിന് വേണ്ടി താൻ തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു കച്ചവട സ്ഥാപനം, അതിലൂടെ വാർത്താ കച്ചവടമാണ് നടത്തുന്നത്. ആ വാർത്താ കച്ചവടം നടത്തി താൻ തന്റെ കുടുംബത്തെ പോറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടമുള്ളതോ താല്പര്യമുള്ള വിഷയങ്ങളിൽ കയറി എന്തെങ്കിലും തരത്തിൽ അടിസ്ഥാനമില്ലാത്ത വാർത്ത എന്ന പേരിൽ നിങ്ങൾ കച്ചവട താല്പര്യത്തോടെ കൊടുക്കുന്ന ഒരു ഉൽപ്പന്നം, ആ ഉൽപ്പന്നത്തെക്കുറിച്ച് എതിരഭിപ്രായമുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുമെന്നേ, ഒരു സംശയവും വേണ്ട. താൻ ഈ രീതിയിൽ ഓലപ്പാമ്പ് കാണിച്ച് 4 കേസെടുപ്പിച്ച് ഒരു താക്കീത് പോലെയൊക്കെ ചാനലിൽ കയറി ഇന്ന് ഡയലോഗ് അടിച്ചാൽ ഈ നാട്ടിലെ ഇന്ത്യൻ ശിക്ഷാ നിയമം വെച്ചിട്ട് ഒരു മനുഷ്യനെതിരെ വാർത്ത കൊടുത്താൽ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അഭിപ്രായം പറയാതെ ഇപ്പോ ശ്രീ കണ്ഠൻ നായർക്കെതിരെ എന്തെങ്കിലും പ്രശ്നം വരുന്ന സന്ദർഭങ്ങളിൽ താൻ പച്ചരി വാങ്ങിക്കാൻ വേണ്ടി മുതലാളിമാരിൽ നിന്ന് പണം വാങ്ങി കുറെ പേരെ ആ സ്ഥാപനത്തിനകത്ത് പോറ്റുന്നുണ്ടല്ലോ, അവർ ഒച്ചയെടുക്കുമല്ലോ, തനിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ഇറങ്ങത്തില്ലേ? അത്രയേ ഉള്ളൂ ഈ വിഷയം. പ്രതിഭയുടെ മകനെതിരെ വന്ന വാർത്ത പിന്നീട് നിങ്ങൾ ഇടപെടലൊക്കെ നടത്തിയ അർദ്ധരാത്രി ഒരു FIR ഇടിച്ചതിന്റെ കഥയൊക്കെ പുറത്തു വന്നതാണ്. അതിനെ സംബന്ധിച്ചൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്, വസ്തുതകളെല്ലാം പുറത്തു വരട്ടെ. പക്ഷേ ചില സൈബർ സഖാക്കന്മാർ കണ്ടില്ലേ, ആ ദൃശ്യത്തിലുള്ളവർ ഇന്നലെ സൈബർ പോലീസ് സ്റ്റേഷനിൽ പോയി, എറണാകുളം പോലീസ് സ്റ്റേഷനിൽ പോയതിനു ശേഷം അവരുടെ പേരിലെല്ലാം ഓരോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, വിട്ടിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഇനിയിപ്പോൾ കോടതി കയറി ഇറങ്ങണമായിരിക്കും, കുറച്ച് ദിവസം കയറും. പക്ഷേ ഇത് നിങ്ങൾക്കും തിരിച്ചൊരു താക്കീതാണ്. നിങ്ങൾക്ക് ആർക്കെതിരെ എന്തും പറയാം. വാർത്ത എന്ന പേരിൽ ഈ അടുത്ത കാലത്ത് EP ജയരാജന്റെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ EP ജയരാജന്റെ ആത്മഹത്യ എന്ന നിലയ്ക്ക് താൻ പുറത്തുവിട്ട വാർത്ത വ്യാജമായിരുന്നില്ലേ? അതിൽ DC ബുക്സിന്റെ ഒരു ഉദ്യോഗസ്ഥനെ ഇരയാക്കിക്കൊണ്ട് താനും DC രവിയും രക്ഷപ്പെട്ടു പോയില്ലേ? അപ്പോ താൻ ചെയ്യുന്ന എന്ത് തോന്നിവാസത്തെയും ഈ നാട്ടിൽ ന്യായീകരിക്കണം അല്ലേ? മുഖ്യമന്ത്രിയുടെ നവകേരള ബസ്സിലേക്ക് ക്യാമറ സെറ്റ് ചെയ്ത് വെച്ച് KSUക്കാരെ കൊണ്ട് ഷൂസ് അറിയിച്ചത് ഷൂട്ട് ചെയ്ത് നിങ്ങൾ വാർത്താ കച്ചവടം നടത്തിയില്ലേ? അപ്പോ നിങ്ങൾക്കെതിരെ കേസെടുക്കണ്ടേ? കാര്യം ആ മാധ്യമ സ്ഥാപനം നടത്തുന്ന ആരാണ്? അന്ന് നിങ്ങൾ കുറെ ഓരിയിട്ടതല്ലേ? പിന്നെ വൈകിട്ട് കഥാപ്രസംഗികരെ കയറ്റിയിരുത്തി ഈ നാട്ടിലെ പലരെയും താൻ പലതും വിളിച്ചു കൂവിക്കുന്നില്ലേ? അതൊന്നും ഒരു കഥാപ്രാസംഗികരെ കയറ്റിയിരുത്തി നാട്ടിലുള്ള താല്പര്യമില്ലാത്തവരെ കുറിച്ചെല്ലാം വലിയ കഥാപ്രസംഗങ്ങൾ കൂവിക്കുന്നില്ലേ? അതൊക്കെ നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കണ്ടിട്ട് മിണ്ടാതെ പഞ്ചപുച്ഛമടക്കി ഇരിക്കണമെന്ന് ശ്രീ കണ്ഠൻ നായർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ നായർ മനോഭാവമൊക്കെ അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി. കാര്യം പണ്ടാണ് ഈ മാടമ്പിത്തരമൊക്കെ. എന്നെ അങ്ങ് ആദരിച്ചോളണം, എന്നെ അങ്ങ് അംഗീകരിച്ചോളണം, ഞാൻ പറയുന്നതെല്ലാം കൈയും കെട്ടി അടിയന്മാരെയൊക്കെ പോലെ കേട്ടോണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ സൗകര്യമില്ലെന്ന്. തനിക്ക് എത്ര വായ മൂടിക്കെട്ടാൻ പറ്റും? ഈ കേരളം മുഴുവൻ താൻ വായ മൂടിക്കെട്ടുമെങ്കിൽ ഒന്ന് കാണണമല്ലോ. താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം മിണ്ടാതിരുന്ന് കണ്ടോളണം. ഒരു ന്യൂസ് ചാനൽ കുറെ കച്ചവടക്കാരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് വന്ന് നിങ്ങളുടെ വാർത്താ കച്ചവടം നടത്തി തനിക്കും കാശുണ്ടാക്കി അതിൽ നിന്നൊരു വിഹിതം കുറച്ചു പേർക്ക് കൊടുത്ത് നിങ്ങളും ജീവിക്കുന്നു, അവരും ജീവിക്കുന്നു. അതിലൂടെ എന്ത് മാധ്യമ സ്ഥാപനം എന്ന പേരിൽ പുറത്തേക്ക് വന്നാൽ ബാക്കിയുള്ളവരെല്ലാം മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കണ കേസല്ലെന്നേ. താൻ അങ്ങനെയൊക്കെ ഓലപ്പാമ്പ് കാണിച്ച് ഭീഷണിപ്പെടുത്തിയാൽ ഇനിയിപ്പോ ആരും വായി തുറക്കുന്നില്ല എന്നാണ് നിങ്ങൾ കരുതുന്നെങ്കിൽ തെറ്റിപ്പോയത്. ഒരവസരം വന്നാൽ താൻ ചെയ്തിട്ടുണ്ടോ? താൻ ഇന്നലകളിൽ യാതൊരു അടിസ്ഥാനവുമില്ലാതെ വസ്തുതയില്ലാതെ ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പോയതിനു ശേഷം ക്ഷമാപണമൊക്കെ നടത്താറുണ്ട്. തനിക്ക് ക്ഷമാപണം നടത്തിയാൽ തീരുമെങ്കിൽ അവർക്കും ക്ഷമാപണം നടത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ ശ്രീകണ്ഠൻ നായർക്ക് ഇവിടെ ഒരു നിയമം, ഈ പറയുന്ന പാവപ്പെട്ട സഖാക്കന്മാർക്ക് ഒരു നിയമമൊന്നുമല്ല. രണ്ടുപേരും ബിഫോർ ലോ ഈക്വൽ ആണ്. അപ്പൊ അതുകൊണ്ട് താൻ ഇങ്ങനെയൊക്കെ ഭയപ്പെടുത്തി മിണ്ടാട്ടം മുട്ടിക്കാമെന്നൊക്കെ കരുതിയാൽ തെറ്റിദ്ധാരണയാണെന്ന് മാത്രമാണ് ശ്രീ കണ്ഠൻ നായരോട് പറയാനുള്ളത്.